കേരളത്തിലെ CPM വെസ്റ്റ് ബംഗാളിലെയും ത്രിപുരയിലേക്ക് പരാജയത്തിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതായത് ഞാനത് ചോദിക്കുന്നത് വളരെ സ്പെസിഫിക്കലി ചോദിക്കുന്നത് എന്താ വെച്ചാൽ CPM ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് വരുന്നു, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് പഠിച്ചത് കൊണ്ടല്ലേ പിണറായി ഗവൺമെൻറ് അധികാരത്തിരിക്കുന്നത്. പാർലമെൻറ്റ് അങ്ങ് വിട്ടേര്. പാർലമെൻറ്റ് നമ്മൾ 77 ഒരു സീറ്റും കിട്ടിയില്ലെന്ന് പറഞ്ഞല്ലോ. ഇവിടെ അസംബ്ലിയിലും ഒന്നും കിട്ടിയില്ല, പാർലമെൻറ്റിൽ അങ്ങനെ 2 സീറ്റായിട്ട് കിട്ടിയത്. ഒരു സീറ്റ് 2 സീറ്റ്. ഒരു സീറ്റ് പാലക്കാട്ടായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്. ഒരു സീറ്റേ ഉള്ളായിരുന്നു. അതൊക്കെ മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അസംബ്ലിയിൽ ഇവിടെ അധികാരത്തിൽ വന്നില്ലേ, അവിടുന്ന് പാഠം പഠിച്ചിട്ടല്ലേ. ഇവിടെ പോയില്ലല്ലോ. ഇപ്പോഴും 33% ജില്ലയാണ് പാർലമെൻറ്റ് കിട്ടിയിരിക്കുകയല്ലേ. ബംഗാളിൽ ബിലോ 3% അല്ലേ, ഓർ 4% അല്ലേ. പാഠം പഠിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ പഠിച്ചിട്ടുണ്ടോ? വേറൊരു ആരോപണം ഉള്ളത്, ഈ നിരോധിക്കപ്പെട്ട PFIയുടെ അണികൾ പാർട്ടിക്കുള്ളിൽ നുഴഞ്ഞു കയറി പാർട്ടിയുടെ നിലപാടുകളെ സ്വാധീനിക്കുന്നു. ഇതൊക്കെ ചുമ്മാതെ RSS പറയുന്ന BJPക്കാർ നുഴഞ്ഞങ്ങ് കയറുകയല്ലേ സാർ. ഇത് പാർട്ടിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ അറിയാം. പാർട്ടിയുടെ ഗ്രൂപ്പിലാണ് ചേർക്കുന്നത്, പാർട്ടി ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഒരു 15 പേരൊക്കെയായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് ബ്രാഞ്ചിൻ്റെ കീഴിലെടുക്കും. അപ്പോൾ ഒരു വർഷം അവർ ആ ഗ്രൂപ്പിൽ പ്രവർത്തിക്കണം. ഒരു വർഷം കഴിഞ്ഞ് പാർട്ടിയുടെ റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ സ്ഥാനാർത്ഥി മെമ്പർമാരായിട്ട് ആദ്യം എടുക്കുന്നത് ഗ്രൂപ്പിൽ നിന്ന് കാൻഡിഡേറ്റ്. അതായത് പൂർണ്ണ മെമ്പറുടെ ഫുൾ റൈറ്റ് ഇല്ല. കമ്മിറ്റി പങ്കെടുക്കാം, അഭിപ്രായം പറയാം, വോട്ടവകാശം ഉണ്ടാവില്ല. ഈ ഗ്രൂപ്പിലെ ഏറ്റവും മികച്ചവരെ അങ്ങോട്ട് എടുക്കും. പാർട്ടി പ്രവർത്തനത്തിൽ മികവ് കാണിച്ച് എടുക്കും. വീണ്ടും ഒരു വർഷം കാൻഡിഡേറ്റായിട്ട് അത് ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ പ്രവർത്തിക്കണം. അത് കഴിഞ്ഞ് അതിൽ നിന്ന് മികച്ചവരെ പൂർണ്ണ മെമ്പറാക്കി അങ്ങ് മാറ്റും. അങ്ങനെയാണ് സ്ക്രൂട്ടണി. അപ്പോൾ എങ്ങനെയാണ് നുഴഞ്ഞു കയറുന്നത്? ഈ പരിശോധന നടത്തി വരുന്നതല്ലേ. അങ്ങനെയൊന്നും നുഴഞ്ഞു കയറാൻ പറ്റില്ല. അല്ല, അതറിയില്ല. അത് സ്കൂളിലും കോളേജിലും മെമ്പർഷിപ്പ് അല്ലേ. നമുക്കതേപ്പറ്റി ഒന്നും പറയും. ഇത് പറ്റത്തില്ല, പ്രയാസമാണ്. ആ ടെൻഡൻസി കാണിച്ചാൽ അപ്പോൾ വെളിയിൽ പോകുമല്ലോ. വർഗബഹിര സംഘടനകളിൽ അത് വളരെ എന്താ പറയുന്നത്, മാർദ്ദവം ഏറിയതാണ്, അയഞ്ഞതാണ്. കാരണം കർഷക തൊഴിലാളികൾക്ക് എല്ലാവരും പങ്കെടുക്കുക, രാഷ്ട്രീയം നോക്കണ്ട. എല്ലാ വിദ്യാർത്ഥിക്കും SFI മെമ്പറാവാം, അറിഞ്ഞിരിക്കണം. അതാണ് ഭരണഘടന. അവരുടെ ആക്ടിവിറ്റീസിൽ ഇത് കാണിക്കുമ്പോൾ അവർ കളയും. അതുകൊണ്ട് ഇതൊക്കെ BJP ഇതിൽ അടിച്ചു വിടുന്നതാണ്, അവരുടെ മുസ്ലിം വിരോധം. അവരാണ്, മനസ്സിലായില്ലേ, രാജ്യത്തൊരു നല്ല ഒരു ഭരണം കിട്ടിയപ്പോൾ ദുഷ്പേര് മാറ്റി നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നതിന് മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞ് പ്രധാനമന്ത്രി നടക്കുക. ചെങ്കോൽ കൊണ്ടുവന്ന്, രാജാവിൻ്റെ ചെങ്കോൽ കൊണ്ടുവന്ന് പാർലമെൻറ്റ് സ്ഥാപിക്കുക. എത്ര ബാഡ് എക്സാമ്പിൾ അദ്ദേഹം കാണിച്ചത് പറ. ഉടനെ ഒരു പൗരത്വ ഭേദഗതി. ഏത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ വന്നാൽ കയറ്റത്തില്ല, മറ്റുള്ളവരെ കയറ്റും. ഇതൊക്കെ വ്യക്തമല്ല. ഇന്ത്യ രാജ്യത്തെ ഒരുമിച്ച് പോകുന്നതിൽ താല്പര്യം, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ നിലയിലാണ് മോഡി ഭരണം മുന്നോട്ട് പോകുന്നതെങ്കിൽ മോഡി ഭരണം തുടരത്തില്ല, ഇല്ലാതാവും. കാരണം ഒന്നാമത് ഭൂരിപക്ഷമില്ല. കൂടെ വയ്ക്കുന്നതിന് മാറിക്കളഞ്ഞാൽ എന്ത് ചെയ്യും പറ. ചന്ദ്രബാബു നായിഡു എത്ര തവണ മാറിയാണ്? മറ്റൊരു മോശമാണോ ഒരാളുള്ള കൂടെ വേറെ? അയ്യോ പറ. അവരെല്ലാം അവരവരുടെ കാര്യം നോക്കുന്നവരാ. അപ്പം ഇത്രമാത്രം ദുർബലമായ സ്ഥിതിയിലേക്ക് വന്നില്ലയോ അല്ലേ? അതിനെപ്പറ്റി മോഡി ആശങ്കപ്പെടട്ടെ. നല്ല ഭരണം കിട്ടിയ സമയത്ത് നടത്തണം. RSSൻ്റെ ഐഡിയോളജിയൊക്കെ മാറ്റി വെച്ച് പ്രതിപക്ഷമായിട്ട് ആലോചിച്ച് രാജ്യത്തെ മുന്നോട്ട് നയിക്കുക. അതിന് കഴിയിലൊക്കെ പൊളിഞ്ഞു പോയത് നല്ലതാണ്. ഈ ഇലക്ഷൻ നല്ലതാണ്. അർത്ഥത്തിൽ ഇലക്ഷൻ കാലത്തെ പ്രൊസീജിയറൊക്കെ വളരെ മോശമായത് മൊത്തത്തിൽ. ഒന്നാമത് ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഇലക്ഷൻ ഒന്നും പാടില്ലാത്തതാണ്. പക്ഷേ ഈ റിസൾട്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ആരെയും പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. കൊടുക്കും, എന്നാൽ കൊടുക്കുന്നവരുടെ കൊടുത്തിട്ട് പിടിക്കുകയും ചെയ്യും. അതാണ്. അത് നല്ലതാണ്. ഡെമോക്രസിക്ക് നല്ലതാണ്, പേടിക്കണ്ട. അപ്പോൾ ഇടതുപക്ഷത്തിന് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ നടത്തി അണികളെയൊക്കെ തട്ടി ഉണർത്തി ശക്തി കേന്ദ്രങ്ങൾ നിലനിർത്തി നഷ്ടപ്പെടുത്തി തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ സന്നദ്ധമായിട്ട് ഇറങ്ങാമല്ലോ. അങ്ങനെ ഇറങ്ങാനാണ് ആലോചിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വായിക്കുന്നുണ്ട്. അല്ല,
ഡെമോക്രസി, മോഡിയുടെ കീഴിൽ ഡെമോക്രസി നശിക്കുന്ന ഒരു പുസ്തകം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു. മന്ത്രി പ്രസാദ് വീട്ടിൽ വന്നപ്പോൾ തന്നത്. രണ്ടുപേര് അതെ. പേരെന്താ? അല്ല, ഇത് വേറെ രണ്ടുപേരാണ്. ഒരു സായിപ്പ വന്നു. നമുക്ക് ഒന്ന് രണ്ട് കാര്യം ചോദിച്ചു നിർത്താം. ഈ കേരളത്തിലെ CPM-ൽ ഒരു കണ്ണൂർ ലോബി, ഒരു ആലപ്പുഴ ലോബി ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ കണ്ണൂർ? ഒരു കാലത്ത് ആലപ്പുഴ ലോബി അത് മാധ്യമങ്ങൾ കൊടുത്തത്. കാരണം കണ്ണൂരിൽ നിന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാറി വരുന്നു, കണ്ണൂരിൽ നിന്ന് പ്രധാന മുഖ്യമന്ത്രി, ഇതുകൊണ്ട് പറയുന്നു. ഇതൊക്കെ മാധ്യമങ്ങൾ കൊടുക്കുന്നതാണെന്ന്. കാരണം വേറെ ജില്ലയിലൊന്നും സെക്രട്ടറി മുഖ്യമന്ത്രി ഇല്ലല്ലോ. അല്ല, വേറെ എന്താ മറ്റ് ജില്ലകളിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ഒരിക്കൽ വന്നത് ഒഴിച്ചാൽ കണ്ണൂരിൽ നിന്നല്ലാതെ സെക്രട്ടറി വന്നിട്ടേ ഇല്ല. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? അതെന്താണെന്ന് വെച്ചാൽ സെക്രട്ടറി ആവാൻ ഏറ്റവും പറ്റിയ ആൾ അവിടെ ആയിരിക്കുള്ളത്. എന്താ വേറെന്താ പറയാനുള്ളത്? സെക്രട്ടറി ആവുന്ന ഏറ്റവും പറ്റിയ ആളെയല്ല സെക്രട്ടറി ആക്കുന്നത്, പാർട്ടിയെ നയിക്കാൻ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അവിടെ നിന്നാണ് ആൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ജോയിന്റ് സെക്രട്ടറിയായ കോടിയേരിയുടെ പ്രസിഡന്റായിരുന്ന G. സുധാകരൻ പാർട്ടി സെക്രട്ടറി ആകാൻ യോഗ്യനല്ലേ? അല്ല, യോഗ്യത കുറവില്ല. യോഗ്യരായ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഞാൻ അതിനുള്ള ഒരു ബിൽട്ടപ്പിലല്ലല്ലോ നിൽക്കുന്നത്. സെക്രട്ടേറിയറ്റ് പോലും വേണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പാർട്ടി സെക്രട്ടറി ആകും? ആക്കത്തില്ലല്ലോ. പാർട്ടിയിലെ സീനിയോറിറ്റി ആണോ കഴിവാണോ? സെക്രട്ടറിയൊക്കെ ആക്കുന്നത് സീനിയോറിറ്റി നോക്കും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഏറ്റവും സീനിയറായ നേതാവ് അല്ല, ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലില്ലല്ലോ. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ ചോദിച്ച. അല്ല, എന്നെക്കാളും ഏത് ഞാൻ ഒഴിഞ്ഞില്ലേ? അല്ല, സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിഞ്ഞാൽ പിന്നെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരെ സെക്രട്ടറി ആവത്തുള്ളൂ. അതുകൊണ്ടാണ് എന്നെപ്പറ്റി പരിഗണിക്കേണ്ട കാര്യമില്ല. ഞാൻ തന്നെ ഒഴിഞ്ഞു. എനിക്കിതൊക്കെ അറിയാമല്ലോ. അതിലെനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അല്ല, സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. എത്രയോ കാലമായിട്ടുണ്ട്. അല്ലല്ല, സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് ഒത്തിരി കാലമായി. അല്ല, രണ്ടും ഉണ്ടായിരുന്നു. അദ്ദേഹം സെക്രട്ടേറിയറ്റ് വന്നിട്ടിപ്പോൾ ഒരു 2 ടൈം കൂടുതലായി. ഇപ്പോഴാണ് സെക്രട്ടറി ആയത്. അദ്ദേഹം സെക്രട്ടേറിയറ്റ് ഉണ്ടാകും. ഇതിനകത്ത് എല്ലാ സാധ്യതയുണ്ട് പാർട്ടിക്കകത്ത്. പക്ഷേ റിസർവേഷൻ പറയുന്ന പരിപാടി ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമില്ല, ഒരു പാർട്ടിക്കുമില്ല, ഒക്കത്തുമില്ല. അങ്ങനെയൊന്നുമുള്ള ഒരു തരത്തിലുള്ള തടസ്സം ഇതിനകത്തില്ല. ആരാണോ പാർട്ടിയെ നയിക്കുക, അത്രയും പേരെ നയിക്കണ്ടേ? അതിനുള്ള കഴിവ്, എല്ലാ കഴിവുകളും വേണ്ടേ? തിയററ്റിക്കൽ വേണം, ഐഡിയോളജിക്കൽ വേണം, ഇൻ്റലക്ച്വലായിട്ട് വേണം, സംഘടനാ രാഷ്ട്രീയമായിട്ട് വേണം, ഇതെല്ലാം വേണ്ടേ? പാരമ്പര്യം വേണം. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട് മുന്നോട്ട് പോയ ചരിത്രം വേണം. ഇതൊക്കെ ഏകദേശം ഉള്ളവരിൽ മെച്ചപ്പെട്ടവരെയാണ് എടുക്കുന്നത്. അതൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. പൊതുവെ ഇടതുപക്ഷ മനസ്സ് ഉള്ളതാണ്. പക്ഷേ ഈ ഇലക്ഷന് നമുക്ക് ഏറ്റവും കൂടുതൽ കൺസേൺ ഉണ്ടാകുന്ന ഈ പുന്നപ്ര വയലാർ സമരം നടന്ന ഇവിടെ ആലപ്പുഴയിലും ആറ്റിങ്ങലിലും പലയിടത്തും പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ ആലപ്പുഴ 3-ാം സ്ഥാനത്ത് പോയില്ല. ആലപ്പുഴയല്ല, നമ്മുടെ ഇവിടുത്തെ മണ്ഡലങ്ങളിലും ചില പഞ്ചായത്തുകളിലൊക്കെ അത് പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2-ാം സ്ഥാനത്ത് തന്നെ. അവർക്ക് ഹരിപ്പാടും 3-ാം സ്ഥാനത്താണ്. അസംബ്ലിയിൽ അത് ശരിയാണ്. അതെ, അത് കുറച്ചോട്ടൊരു വ്യത്യാസമുണ്ട്. അത് ശരിയാണ്. അതുകൊണ്ടല്ലോ ഈ ഇവിടെ BJPക്ക് 3 ലക്ഷത്തിനടുത്തല്ലേ? 3 നമുക്കതിനൊക്കെ മേളാണ് വോട്ട്. നമുക്ക് 3-നൊക്കെ മേളാണ്. മറ്റേ 4-ന് മേള. അപ്പം 3-ാം സ്ഥാനം അല്ലെന്ന് ഞാൻ പറയാം. ഇപ്പം ആദ്യമായിട്ടല്ലല്ലോ. ഇവിടെ ഈ ബാലാനന്ദന് 77 പാർലമെൻറ്റിൽ നിന്ന് തോറ്റില്ലേ? 50,000-ത്തിന് 60,000. ഞാനൊന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ചെറുപ്പമാണ്. 60,000 കൊണ്ട് ഇവിടെ തോറ്റു ഈ ബാലാനന്ദൻ. ഈ പുന്നപ്ര മുമ്പും തോറ്റിട്ടുണ്ട്. സുശീല ഇവിടെ തോറ്റിട്ടുണ്ട്. ആഞ്ചലോസ് ജയിക്കുകയും തോക്കുകയും ചെയ്തിട്ടുണ്ട്. മനോജ് ജയിക്കുകയും തോക്കുകയും ചെയ്തിട്ടുണ്ട്. സുജാത തോറ്റു ഇവിടെ നിന്നിട്ട് 40,000 സംതിങ്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ അമ്പലപ്പുഴ പുന്നപ്പുഴ കിടക്കുന്ന അമ്പലപ്പുഴ VS 5000-ത്തിന് തോറ്റു 77-ലെ ഇലക്ഷനിൽ. അവിടെ തന്നെ PK ചന്ദ്രനായിരുന്ന 2000-ത്തിന് തോറ്റു 82-ൽ.
124 ഞാൻ ഒരിക്കൽ തോറ്റു. പിന്നെ ഞാൻ 15 വർഷം തുടർച്ചയായി 3 തവണ ജയിച്ചു. 23,000 ലാസ്റ്റിൽ ഭൂരിപക്ഷം അമ്പലപ്പുഴ. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടല്ലെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിൽ ഞങ്ങൾ കയറി വരുന്നു പിന്നീട്. പിന്നുള്ള ഇലക്ഷൻ നമ്മൾ ജയിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ BJP-യിലേക്ക് മാറുന്നു എന്നുള്ളൊരു പറയടത്തുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് വോട്ട് എന്നൊരു വോട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരുടെ വോട്ടേ ഉള്ളൂ. വേണമെങ്കിൽ അവിടെ കുടുംബമെന്ന് പറയാം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പാർട്ടി മെമ്പർമാരെ പോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി എല്ലാ ത്യാഗവും ചെയ്യാനും അങ്ങനെയുള്ളൊരു വിഭാഗം ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് നമ്മുടെ CPM അവിഭക്ത പാർട്ടി CPM ഉയർന്ന് നിൽക്കുന്നത്. അവരിൽ കുറച്ച് വ്യത്യാസം വന്നു, കുറച്ച് പേര് സംശയം, കുറച്ച് പേര് വന്നാൽ മതിയല്ലോ. അങ്ങനെ എല്ലായിടത്തും ഒന്നും കുറേശ്ശെ വരുമ്പോൾ പോയില്ലേ, പല തുള്ളി വരുള്ളൂ അല്ലേ. ഒരിടവും കാട്ടണമെന്നങ്ങ് പോയതെന്നല്ല. ഓരോ ബൂത്തിലും 10-9 വോട്ട് മാറിയാൽ തന്നെ ഒരു മണ്ഡലത്തിൽ 200 ബൂത്തുണ്ടാവും. എത്രയായി? 10,000 വോട്ടായില്ലേ, മാറിയില്ലേ. പാർലമെൻറ്റ് മൊത്തം വരുമ്പോൾ 1,40,000 ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മൈന്യൂട്ടായിട്ട് നോക്കണം. പാർട്ടിയുടെ ബേസിക് സ്ട്രക്ചറൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അതിന് തകർച്ച ഉണ്ടായതായിട്ട് ഞാൻ കരുതുന്നില്ല. എന്നാൽ ബേസിക് സ്ട്രക്ചറിനെ തൊടാൻ വർഗീയ ശക്തി ശ്രമിക്കുന്നു, അവരാഹ്ലാദിക്കുന്നു. അവർക്കാണെങ്കിൽ ലക്കിലകാനൊന്നുമില്ല. BJP-ക്ക് ഒന്നുമില്ല. അവരന്ധമായിട്ടെന്തോ കാര്യം സാധിച്ചെന്ന മട്ടിലങ്ങ് ബഹളം ഉണ്ടാക്കുക. അല്ല, അത് പറഞ്ഞല്ലോ. കേരളത്തിൽ അവരുടെ വോട്ട് കുറച്ച് കൂടി. അത് സത്യമല്ലേ? അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. BJP കേരളത്തിൽ വളർന്നു നിങ്ങൾ ഹെഡിങ് കൊടുത്താൽ ശരിയാവും. ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതല്ല ഇവർ ചെയ്ത പണിയാണ്. ആര്? നമ്മൾ ആർഗ്യുമെൻ്റ് പറയുകയാണ്. അവരുടെ വോട്ട് കൂടിയല്ലോ. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ അത് ശാശ്വതമാണെന്ന് ആര് പറഞ്ഞു? അവിടെ ഇത് ചിഞ്ചു പോലത്തല്ലേ. പ്രോപ്പറായിട്ടുള്ള ക്യാമ്പയിൻ നടത്തി ഇറങ്ങേണ്ടവരിറങ്ങി അല്ലേ, അവരോട് സംസാരിക്കേണ്ടവർ രാജ്യത്ത് സംസാരിച്ച് ശക്തമായ ഒരു തിരിച്ചു പോലും. കാരണം അവിടെ നിന്നിട്ട് അവർക്കൊന്നും സാധിക്കാനില്ല.